ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ തപ്പക്കാട് ആനക്യാമ്പിലെ രണ്ടാമത്തെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആനക്യാമ്പുകളിൽ ഒന്നാണ് തപ്പക്കാട് ആനക്യാമ്പ്. രണ്ട് ചെറിയ ആനക്കുട്ടികളടക്കം, അതായത് ഓസ്കാർ അവാർഡ് നേടിയ ദി എലഫന്റ് വിസ്പർ എന്ന ഷോർട്ട് ഫിലിമിലെ കഥാപാത്രങ്ങളായ രഘു, അമ്മക്കുട്ടി എന്ന രണ്ട് ആനക്കുട്ടികൾ ഉൾപ്പെടെ 27 ആനകളാണ് ക്യാമ്പിൽ മൊത്തത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. തപ്പക്കാടിലേക്കുള്ള യാത്രയിൽ തന്നെ ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എൻജോയ് ചെയ്ത് കാട്ടിലൂടെ യാത്ര ചെയ്ത് 30 രൂപ എലിഫന്റ് ക്യാമ്പിലേക്കുള്ള ടിക്കറ്റും എടുത്ത് നമ്മൾ ക്യാമ്പിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ദി എലഫന്റ് വിസ്പേഴ്സ് എന്ന ഷോർട്ട് ഫിലിമിലൂടെ ഓസ്കാർ അവാർഡ് നേടിയ രഘു എന്ന ആനക്കുട്ടിയാണ് ഇവൻ. ഇവനിപ്പോൾ 7 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. ആനകൾക്കുള്ള ഫീഡിംഗ് ടൈം ആയാൽ അവിടെ ഒരു ബെല്ല് മുഴുക്കിക്കൊണ്ടാണ് ഭക്ഷണം കൊടുക്കൽ ആരംഭിക്കുന്നത്. ഓസ്കാർ അവാർഡ് നേടിയ ഷോർട്ട് ഫിലിമിലെ അമ്മക്കുട്ടി എന്ന ആനക്കുട്ടിയാണിവൾ. 3 വയസ്സ് പ്രായമേ ഇവൾക്കായിട്ടുള്ളൂ. ഫീഡിംഗ് ടൈം ആയാൽ ഭക്ഷണം ബാക്കി വരുന്നത് കഴിക്കാനായി കുരങ്ങുകളും എത്തി തുടങ്ങിയിട്ടുണ്ടാവും. വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ വളരെ തിരക്കുള്ള ഒരു സമയത്തായിരുന്നു ഞങ്ങളുടെ യാത്ര. അങ്ങനെ ക്യാമ്പിലേക്ക് എല്ലാ ആനകളും എത്തിയ ശേഷം ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യുകയാണ്. ഉള്ളിൽ ഓരോ ആനകൾക്കുമുള്ള ഭക്ഷണം പ്രത്യേകം തയ്യാറാക്കി മാറ്റിവെച്ചിട്ടുണ്ട്. ഓരോ ആനകൾക്കും അവരുടെ ഭക്ഷണത്തിന്റെ മുന്നിലായി അവരുടെ പേരുകളും എഴുതി വെച്ചതായി നമുക്ക് കാണാം. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ഓരോ ആനയുടെയും ആനക്കാരൻ വന്ന് അത് മിക്സ് ചെയ്ത് വലിയ ഉരുളുകളാക്കി ആനകൾക്ക് നൽകും. മുതിര, രാഗി, റൈസ്, ഉപ്പ്, ശർക്കര, ധാന്യ മിക്സ് ഇവയെല്ലാം കൂടി കുഴച്ച് വലിയ ഉരുളകളാക്കിയാണ് ആനകൾക്ക് നൽകുന്നത്. കരിമ്പ് അവസാനം ഭക്ഷണശേഷം ആനകൾക്ക് നൽകും. അവാർഡ് നേടിയ ഡോക്യുമെന്ററിയിലെ മറ്റൊരു താരമാണ് കൃഷ്ണ എന്ന ഈ ആന. രഘു എന്ന ആനക്കുട്ടിയെ ഇവനാണ് ആ ഷോർട്ട് ഫിലിമിൽ കൊണ്ടു നടക്കുന്നത്. ഇവന്റെ തൊട്ട് വലതുഭാഗത്തായി നിൽക്കുന്ന 2 ആനക്കുട്ടികളാണ് അമ്മുവും രഘുവും. ബൊമ്മി എന്ന പേരിലാണ് ഇപ്പോൾ അമ്മുക്കുട്ടി അറിയപ്പെടുന്നത്. തൊപ്പക്കാട് ആനക്യാമ്പിലെ കഴിഞ്ഞ 55 വർഷത്തെ ഉറ്റ സുഹൃത്തുക്കളാണ് ഈ 2 ആനകൾ, ബാമയും കാമാക്ഷിയും. ഇവർ തമ്മിലുള്ള അരനൂറ്റാണ്ടിലേറെയുള്ള സൗഹൃദത്തിന്റെ കഥയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ബാമ എന്ന ആനയ്ക്ക് 75 വയസ്സും കാമാക്ഷി എന്ന ആനയ്ക്ക് 65 വയസ്സുമാണ് ഇപ്പോൾ പ്രായം. മിക്ക സമയത്തും ഇവരെ ഒരുമിച്ചാണ് കാണാറുള്ളത്. ഭക്ഷണം കഴിക്കുന്നത് പോലും പരസ്പരം പങ്കുവെച്ചാണ്. സുപ്രിയ സാവു IAS ആണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരുടെ കഥ പങ്കുവച്ചത്. ഓരോ ആനക്കാരും അവരവരുടെ ആനകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ്.
ഉരുളകളായി തയ്യാറാക്കുന്ന ഇവ പല ഘട്ടങ്ങളിലായി ഓരോ ആനകൾക്കും നൽകും. സന്ദർശകർക്ക് സുന്ദരമായ കാഴ്ചകൾ നൽകാൻ വേണ്ടി തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനയുടെ പേരാണ് ഇന്ദ്ര. ഇവ രണ്ടുപേരുമാണ് ഭാമ, കാമാക്ഷി. അതിൽ ഭാമക്കാണ് ഇപ്പോൾ ഭക്ഷണം നൽകിയത്. കാമാക്ഷി എന്ന എനിക്ക് ഭക്ഷണം നൽകിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നിരസിക്കുകയാണുണ്ടായത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നതാണെങ്കിലും ആനകളെ കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാൻ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഫീഡിങ്ങെല്ലാം കഴിഞ്ഞ് ആനകൾ അവരുടെ പാപ്പാന്മാരുമൊത്ത് അവരവരുടെ നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബാക്കി വരുന്ന ഭക്ഷണം കഴിക്കാനായി കുരവുകളും പന്നികളും മറ്റും ക്യാമ്പിലേക്ക് എത്തിത്തുടങ്ങും. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.